ഹായ് ഓൾ, ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇലക്ട്രീഷ്യൻ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ പറയുന്നതാണ് എല്ലാ PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതിനകത്തൊരു ഇലക്ട്രീഷ്യൻ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അല്ലേ. നമുക്ക് എല്ലാ നോട്ടിഫിക്കേഷനിലും പ്രതീക്ഷിക്കാവുന്ന ഒരു തന്നെയാണ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രീഷ്യൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ളത് 634/2025 ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനാണ്. ഡിപ്പാർട്ട്മെൻറ്റ് അനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക്. അപ്പോൾ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ ഒരു സാലറി സ്കെയിലൊക്കെ നമുക്ക് അറിയുന്നതാണ്. 25,100 മുതൽ 57,900 വരെ വരുന്ന ആ ഒരു സാലറി സ്കെയിൽ, നല്ലൊരു സാലറി സ്കെയിൽ വരുന്നൊരു പോസ്റ്റുകളാണ് അല്ലേ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു കറക്റ്റായിട്ടുള്ള സിലബസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതും കറക്റ്റായിട്ട് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റും കൂടിയാണ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത്. കാരണം ആ ഓരോ വർഷത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ട് അതിൻ്റെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു പോസ്റ്റിന് മാത്രമായിട്ട് വരുമല്ല. കാരണം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇലക്ട്രീഷ്യൻ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഓൾറെഡി കുറേ ഇലക്ട്രീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നതുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാംസ് എല്ലാം അതിൻ്റെ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, നടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പോസ്റ്റിലേക്ക് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലേക്കാണ്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് കോഴിക്കോട്, കണ്ണൂർ 2 ജില്ലകളാണുള്ളത്. കോഴിക്കോട് ഒരു വേക്കൻസിയും കണ്ണൂർ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെയുള്ള 2 വേക്കൻസീസാണ് ഇപ്പോൾ നമുക്ക് 2 ജില്ലകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് നമുക്ക് വരുന്ന ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 4/2/2026 വരെ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. 4/2/2026 വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഓൾറെഡി 31 വരെ ഉള്ള നോട്ടിഫിക്കേഷൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. 31 വരെ ഒന്നുണ്ട്, 14 വരെ ഒന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഉള്ളത്. അപ്പോൾ നിങ്ങൾ കയറി നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിൽ കാറ്റഗറി നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വിക്ക് അപ്ലൈയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുള്ളൊരു ക്വാളിഫിക്കേഷൻ കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7th സ്റ്റാൻഡേർഡ് പാസ്, ന്യൂ 7th സ്റ്റാൻഡേർഡ് പാസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, NTC ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ സർട്ടിഫിക്കറ്റ് ഉള്ളവരായിരിക്കണം. അപ്പോൾ നമുക്ക് സാധാരണ അറിയുന്നതാണ് അല്ലേ, NTC ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർ സാധാരണ പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഹയർ ഓർ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അത് PSCയുടെ എല്ലാ ഇലക്ട്രീഷ്യൻ പോസ്റ്റിനകത്തും വരുന്നതാണ്. ഹയർ ആൻഡ് ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ പ്രകാരം ഇലക്ട്രീഷ്യൻ ആണോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BTech ഡിപ്ലോമ പോലെയുള്ളവർക്കും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ കൂടെ നമുക്ക് വരുന്നുണ്ടാവും. പിന്നെന്താണ് ഇതിനകത്ത് പറയുന്നത്, ഒരു വയർമാൻ ലൈസൻസ് എന്ത് ചെയ്യണം, വേണം എന്നുള്ളതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കൊടുക്കണം. വയർമാൻ ലൈസൻസും കൂടി ഉള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ വയർമാൻ ലൈസൻസും കൂടി ഉള്ളവർക്ക് ഷുവറായിട്ടും അപ്ലൈ ചെയ്യാം. കാരണം വയർമാൻ ലൈസൻസ് ഉള്ള പോസ്റ്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് സാധാരണ ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റിൻ്റെയൊക്കെ കട്ട് ഓഫൊന്നും താഴ്ന്നുള്ള കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർ അങ്ങനെയുള്ളവരും ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ അപ്ലൈ ചെയ്യുക കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ ഏജ് ലിമിറ്റ് എന്നൊക്കെ അറിയുന്നുണ്ടായിരിക്കും, 18 to 36 ആണ്. അതൊക്കെ നമുക്ക് നോർമലി PSCയുടെ ഏജ് ആണ് വരുന്നത്. 18 to 36 എന്ന് പറയുന്ന ഏജ് ലിമിറ്റ് ആണ് വരുന്നുണ്ടാവുക. അത് സാധാരണ രീതിയിൽ വരുന്ന ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ സാധാരണ കാൻഡിഡേറ്റ്സിനൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ആ ഒരു ഏജ് റിലാക്സേഷനുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ അപ്ലൈ ചെയ്യുക കേട്ടോ. ആ ഒരു ഇത് ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇനി ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഒരു ബാച്ച് നമുക്ക് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കതിനൊരു കറക്റ്റ് സിലബസ് നമ്മളെ കയ്യിലുള്ളതാണ്. അപ്പോൾ ആ സിലബസ് അനുസരിച്ചിട്ട് നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിലൊക്കെ ഒന്നിൽ കൂടുതൽ എക്സാംസ് നടന്നിട്ടുള്ളതാണ് അല്ലേ. അതായത് ലൈൻമാൻ തന്നെ 2 വട്ടമൊക്കെ വിളിച്ചിട്ട് നമുക്ക് 3 എക്സാംസോളം ആ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും എക്സാംസും അത്രയും വേക്കൻസീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പോസ്റ്റുകളായിട്ട് വേക്കൻസീസും കാര്യങ്ങളും. അപ്പോൾ ഓരോ പോസ്റ്റ് വരുമ്പോഴും അതിൽ കുറച്ച് വേക്കൻസീസ് ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് അത്രത്തോളം നോട്ടിഫിക്കേഷൻസ് എന്ത് ചെയ്യും, ഇറങ്ങും. അങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഇറങ്ങുന്നതാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, വയർമാൻ ലൈസൻസ് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റ് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങളെ പഠനം എന്ത് ചെയ്യുക, ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻട്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഫ്യൂച്ചർ ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഇയർ എൻഡിങ്ങോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ ഇയർ എൻഡിങ് വരെ നിങ്ങൾക്ക് ഒരു ഓഫർ തരുന്നുണ്ട്. അതാണ് എല്ലാ കോഴ്സുകൾക്കും, അതായത് എല്ലാ ടെക്നിക്കൽ കോഴ്സുകൾക്കും. അവിടെ കാണാൻ നിങ്ങൾക്ക് നമുക്ക് AMVAയുടെ ഗോൾഡ് ബാച്ച് ഉണ്ട്, അതേപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ഗോൾഡ് ബാച്ച് ഉണ്ട്, സിവിൽ ഫൗണ്ടേഷൻ്റെ ഗോൾഡ് ബാച്ച് ഉണ്ട്, ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ്റെ ഗോൾഡ് ബാച്ച് ഉണ്ട്, മെക്കാനിക്കൽ ഫൗണ്ടേഷൻ്റെ ഗോൾഡ് ബാച്ച് ഉണ്ട്, ഇലക്ട്രീഷ്യൻ ഗോൾഡ് ബാച്ച് ഉണ്ട്, RRBJയുടെ ഗോൾഡ് ബാച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ടെക്നിക്കൽ കോഴ്സുകൾക്കും 60% ഓഫാണ് എന്ത് ചെയ്യുന്നത്,
ഈ 2 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്നിപ്പോൾ 13th ആണ്, അതേപോലെ തന്നെ നാളത്തോടു കൂടി നമ്മൾ ഈ ഒരു ഓഫ് തീരുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ 16% ഓഫ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് കിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ 2026 നമുക്കൊരു ഗവൺമെൻറ് ജോലി വേണമെന്ന് കരുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഓഫറും കൂടി എന്ത് ചെയ്യുക, ഈ ഓഫറും കൂടി മാക്സിമം നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ഇലക്ട്രീഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇലക്ട്രീഷ്യൻ ഗോൾഡ് ബാച്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജനുവരി 1-ാം തീയതി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ജനുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഓഫറോട് എന്ത് ചെയ്യാൻ പറ്റും, ചേരാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അത് ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം എന്ത് ചെയ്യാൻ പറ്റും, 1-ാം തീയതി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അത് 2026 ഒരു ഗവൺമെൻറ് ജോലിയായിട്ട് നിങ്ങൾക്ക് മാറ്റുകയും ചെയ്യാം അല്ലേ. ഇപ്പോഴത്തെ PSCയുടെ കാര്യം വെച്ചിട്ട് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം PSC നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴത്തെ PSCയുടെ കാര്യം എന്താണ്, നോട്ടിഫിക്കേഷൻ വരിക, ഉടനെ എക്സാം നടത്തുക, ഉടനെ ലിസ്റ്റ് ഇടുക, ഉടനെ ആളെടുക്കുക അല്ലേ. ഈ ഒരു ലെവലിലേക്കാണ് ഇപ്പോൾ PSC നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് PSCയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്ന തന്നെ ആ പോസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിന് മുന്നെയാണ്, അതായത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇത് കഴിയുന്നതിന് മുന്നെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് PSCയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 2026 തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതിനുവേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളെ കോഴ്സിൻ്റെ ഫീസ് കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ബാക്കി കോഴ്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അങ്ങനത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അതായത് നിങ്ങളെ പൂർണ്ണമായിട്ടുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാവരും എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു മാക്സിമം അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 ദിവസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 60% ഓഫോടെ കൂടിയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റും അല്ലേ. അത്രയും നമുക്ക് ആ ഒരു പ്രൈസ് ഹൈക്കില്ലാതെ നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തുടങ്ങാൻ വേണ്ടി പറ്റും അല്ലേ. ആ ഒരു ഓഫർ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം മുതലാക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ പറയാനുള്ളത്. ആ ഒരു വേക്കൻസി, ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ കോഴ്സ് എടുത്ത് നിങ്ങൾ എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും ഒരു 2026 ഒരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്